ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപൂരിത ഹൈഡ്രോകാർബണുകളുടെ നെയിമിംഗ് അല്ലെ നോമൻക്ലേച്ചർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ഹൈഡ്രോകാർബണുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നും. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ നെയിമിംഗ് ആണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. ഇന്ന് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണുകളുടെ നെയിമിംഗ് ആണ് പഠിക്കുന്നത്. ഡബിൾ ബോണ്ട് വരുന്നവരെ നമ്മൾ വിളിക്കുന്നത് ആൽക്കീൻ എന്നും ട്രിപ്പിൾ ബോണ്ട് വരുന്നവരെ ആൽക്കൈൻ എന്നുമാണ് പഠിക്കുന്നത്. ഇതൊക്കെ വളരെ വിശദമായിട്ട് ടീച്ചർ പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. You got familiar with the structure and IUPAC names of some alkenes and alkynes in standard 9. നമ്മൾ 9ാം ക്ലാസ്സിലെ ചില ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും സ്ട്രക്ചർ അല്ലെങ്കിൽ IUPAC നെയിമും പഠിച്ചിട്ടുണ്ട്. Now let us learn how to name them on the basis of the position of the double bond or triple bonds in carbon chain. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ കാർബൺ ചെയിനിലെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന പൊസിഷൻ അനുസരിച്ച് അതിന്റെ നെയിമിംഗ്, അതിന്റെ പേര് എങ്ങനെ വരുന്നു എന്നാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് വിത്ത് ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോകാർബണുകളുടെ നെയിമിംഗ് ചെയ്യുമ്പോൾ ദ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ബൈ ദ ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദി ലോവസ്റ്റ് പൊസിഷൻ നമ്പർ. നോക്കിയേ, ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ കോമ്പൗണ്ടിനെ പരിഗണിച്ചാൽ ആ ഡബിൾ ബോണ്ട് വരുന്ന ആ സ്ഥലത്തിന് എന്ത് കിട്ടണം? ഡബിൾ ബോണ്ട് വരുന്ന ആ സ്ഥാനത്തിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടണം. എഴുതുന്ന രീതി എങ്ങനെയാണ്? ആദ്യം വേഡ് റൂട്ട് എഴുതണം. വേഡ് റൂട്ട് നമ്മൾ പഠിച്ചു. മെത്ത്, എദ്, പ്രൊപ്പ് തുടങ്ങി 10 വരെയുള്ള വേഡ് റൂട്ട് പഠിച്ചു. നെയിം ചെയ്യുമ്പോൾ ആദ്യം വേഡ് റൂട്ട് എഴുതണം, അതിനുശേഷം ഹൈഫൻ കൊടുക്കണം, അതിനുശേഷം ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കണം. അതും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം ഈ ഡബിൾ ബോണ്ട് വരുന്ന സ്ഥലത്തിന് കിട്ടുന്നത്. അതിനുശേഷം ഹൈഫൻ കൊടുക്കണം, അതിനുശേഷം സഫിക്സ് അല്ലെങ്കിൽ പിൻ പ്രത്യയമായിട്ട് നമ്മൾ ഡബിൾ ബോണ്ട് വരുന്നതിന് പിൻ പ്രത്യയം എന്താണ് ചേർക്കുന്നത്? ENE ചേർക്കണം. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. The structural formula of an alkene with molecular formula C4H8 is given below. C4H8 എന്ന തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല കിട്ടുന്ന ഒരു ആൽക്കീനിന്റെ സ്ട്രക്ചർ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെന്തായാലും ലോങ് ചെയിൻ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഈ ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ എവിടാന്നാണ് അറിയേണ്ടത്. ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ 1 2 3 4 1 2 3 4. നമ്മൾ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിനാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്തപ്പോഴോ മൂന്നാമതാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ എടുക്കണം. ഒന്നാമതാണ് ഡബിൾ ബോണ്ട് വന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ 1 ശരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ ചെയിനിന്റെ പേരെന്താണെന്നാണ്. മെത്ത്, എദ്, പ്രൊപ്പ്, ബ്യൂട്ട്. വേഡ് റൂട്ട് ബ്യൂട്ട് ആയിരിക്കും. ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് തന്നെ സഫിക്സ് ആയിട്ട് ENE ചേർക്കണം. പാഠപുസ്തകത്തിൽ തുടർച്ചയായിട്ട് ഇതിന്റെ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമ്പറിങ് ചെയ്യുന്ന എഴുതിയേക്കുന്നത്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തതും ഇത് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തതും എഴുതിയേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് ലോവസ്റ്റ് നമ്പർ വരണം. ഇതിലേതാണ് ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് ലോവസ്റ്റ് നമ്പർ വന്നത്? ഇത് ഒന്നാമത്തേതിലാണ് ലോവസ്റ്റ് നമ്പർ വന്നത്. ഇവിടെ 3ലാണ്. അപ്പൊ കറക്റ്റ് ഏതായിരിക്കും? 1 ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വന്നത് ഏതിനാണെന്ന് ടിക്കിടാനാണ്. ഒന്നാമത്തേതിനാണ് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വന്നിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ടീച്ചർ എളുപ്പത്തിന് വേണ്ടി ആ കോമ്പൗണ്ടിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ചെയിൻ. ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 കാർബൺ ആറ്റംസ് ഉണ്ട്. വേഡ് റൂട്ട് 4 എന്നുള്ളതിന്റെ വേഡ് റൂട്ട് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ബ്യൂട്ട്. ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ കറക്റ്റ് പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്. ഇനിയും ഡബിൾ ബോണ്ട് വന്നാൽ നമ്മൾ സഫിക്സ് ENE ആണ് ചേർക്കുന്നത്. പേരിടുന്ന വിധം നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. പേരിടുമ്പോൾ ആദ്യം വേഡ് റൂട്ട് എഴുതണം, അതിനുശേഷം ഹൈഫൻ, അതിനുശേഷം ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ,
അതിനുശേഷം ഹൈഫൻ ഇടണം, പിന്നെ സഫിക്സ് അല്ലെങ്കിൽ ENE ചേർക്കണമെന്നായിരുന്നു. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? ബ്യൂട്ട് 1 ആദ്യം വേഡ് റൂട്ട് ഹൈഫൻ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഹൈഫൻ സഫിക്സ് ENE ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട്. The structural formula of another alkene with molecular formula C4H8 is given below. C4H8 ഈ മോളിക്കുലാർ ഫോർമുല തന്നെ വരുന്ന വേറൊരു കോമ്പൗണ്ട് ആണ് താഴെ തന്നിരിക്കുന്നത്. Let us try to write its IUPAC name. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ. ടോട്ടൽ നമ്പർ 4 കാർബൺ ആറ്റം ഉണ്ട്. വേഡ് റൂട്ട് 4 എന്നതിന്റെ വേഡ് റൂട്ട് മെത്ത എത്ത പ്രൊപ്പ് ബ്യൂട്ട് എന്നാണ്. അടുത്തത് കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്തപ്പോഴും കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ ഡബിൾ ബോണ്ട് വന്നത് എവിടാന്നാ കണ്ടേ? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാന്നാ കണ്ടത്. അതുകൊണ്ട് 2 എന്നിടാം. ഇനി സഫിക്സ് എന്ന് പറയുന്നത് ENE ആണ്. ഇനി IUPAC നെയിം എഴുതുമ്പോൾ ആദ്യം നമുക്ക് വേഡ് റൂട്ട് എഴുതണം. ബ്യൂട്ട് ഹൈഫൻ പൊസിഷൻ നമ്പർ 2 ഹൈഫൻ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. Now you are familiar with the structural formula of two compounds with the molecular formula C4H8. C4H8 എന്ന മോളിക്കുലാർ ഫോർമുല വരുന്ന രണ്ട് കോമ്പൗണ്ടുകളാണ് നമ്മൾ പഠിച്ചത്. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 മോളിക്കുലാർ ഫോർമുല C4H8 ആണ്. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചർ? പക്ഷേ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് പോലും ഇവർ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ആൻസർ താഴെ തന്നിട്ടുണ്ട്. The position of the double bond in this carbon chain is different. എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാത്രമേ വ്യത്യാസപ്പെട്ടിട്ടുള്ളൂ. ഇനി മറ്റൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴത്തെ നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? IUPAC നെയിം എഴുതി നോക്കണം. ആദ്യം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് എണ്ണണം. മെത്ത് എന്ത് പ്രൊപ്പ ബ്യൂട്ട് പെൻഡ്. പെൻഡ് എന്നാണ് കിട്ടുന്നത്. പെൻഡ്. ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടാണെന്ന് നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തപ്പോൾ പൊസിഷൻ എവിടാന്ന് കിട്ടി? 3 കിട്ടിയത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്തപ്പോഴോ 1 2 3 ഇവിടെ ഡബിൾ ബോണ്ട് വന്നേ 2 വന്നത്. അപ്പൊ നമുക്ക് 2 എഴുതാം. പേരെങ്ങനെ വരും? പെൻഡ് ഹൈഫൻ 2 ഹൈഫൻ ഡബിൾ ബോണ്ട് വന്നാൽ ENE. പെൻഡ് 2 ഇനിയും പഠിക്കുവാനായിട്ട് പോകുന്നത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടുകളുടെ നെയിമിംഗ് ആണ്. അത് നമ്മൾ ഡബിൾ ബോണ്ട് പഠിച്ചതുപോലെ തന്നെയാണ്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എത്രയാണ്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 6. H6. ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്? ഈ കോമ്പൗണ്ട് വരുന്ന ഏത് ഹൈഡ്രോ കാർബൺ കാറ്റഗറിയിലാണ്? ട്രിപ്പിൾ ബോണ്ട് വന്നാൽ നമുക്കറിയാം അവര് ആൽക്കൈനിലായിരിക്കും. ഡബിൾ ബോണ്ടിനെ പോലെ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ടിനും നെയിം ചെയ്യുന്നത്. ആദ്യം വേഡ് റൂട്ട് എടുക്കണം, പിന്നെ ഹൈഫൻ, പിന്നെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന പൊസിഷൻ, പിന്നെ ഹൈഫൻ, പിന്നെ സഫിക്സ് ആയിട്ട് YNE ചേർക്കണം. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. വേഡ് റൂട്ട് 4ന്റെ വേഡ് റൂട്ട് എന്താണ്? മെത്ത എത്ത പ്രൊപ്പ് ബ്യൂട്ട്. ഇനി ദ കറക്റ്റ് പൊസിഷൻ ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഹാവിംഗ് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന കറക്റ്റ് പൊസിഷൻ നമ്പർ ഇതിൽ ഏതാണ് എഴുതിയേക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ എഴുതിയേക്കുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എഴുതിയേക്കുന്നത്? ഇവിടാണ് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തപ്പോൾ 1ാമതാണ് ട്രിപ്പിൾ ബോണ്ട് വന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്തപ്പോൾ 3ാമതാണ് വന്നത്. നമുക്കറിയാം ലോവസ്റ്റ് നമ്പർ എടുക്കണം. അപ്പൊ ഏതാ എടുക്കേണ്ടത്? 1. സഫിക്സ് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ സഫിക്സ് നമ്മൾ എന്ത് ചേർക്കും? YNE ചേർക്കും. പേരെങ്ങനെ കിട്ടി? ബ്യൂട്ട് 1 ഈ ബ്യൂട്ട് 1 മോളിക്കുലാർ ഫോർമുലയാണ് C4H6 എന്നുള്ളത്. ഇങ്ങനെ C4H6 തന്നെ വരുന്ന മറ്റൊരു കോമ്പൗണ്ട് വരയ്ക്കാനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ C4H6 വരണം. ആദ്യം 4 കാർബൺ ആറ്റങ്ങൾ വരയ്ക്കണം. 1 2 3 4 4 കാർബൺ ആറ്റങ്ങൾ വരച്ചു. ഇതിന്റെ പൊസിഷൻ ആദ്യം ഇവിടെ വന്നപ്പോൾ 1ാമത്തെ പൊസിഷനിൽ ആ ട്രിപ്പിൾ ബോണ്ട് വന്നു. ഇനി നമ്മൾ മറ്റൊരെണ്ണം വരയ്ക്കുമ്പോൾ 2ാമത്തെ പൊസിഷനിൽ എന്ത് വരയ്ക്കണം? ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കണം. ബാക്കി എല്ലായിടത്തും എന്തുമായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് വാലൻസി കംപ്ലീറ്റ് ചെയ്യണം.
ഹൈഡ്രജൻ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇനിയും കാർബൺ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇനിയും ഹൈഡ്രജന്റെ 3 കൂടെ ചേരും. ഈ കാർബണിന് 4 വാലൻസിയും ഫുള്ളായി, ഇനി ഒന്നും ചേർക്കാനായിട്ട് പറ്റത്തില്ല. ഈ കാർബണിന് 4 വാലൻസി ഫുള്ളായി, ഈ കാർബൺ ആറ്റത്തിന് ഒരു വാലൻസി ഉണ്ട്, ഇനി നമ്മൾ എത്ര ഹൈഡ്രജനെ ചേർക്കണം? 3 ഹൈഡ്രജനെ ചേർക്കണം. അതായത് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. വേഡ് റൂട്ട് ആണ് ആദ്യം എഴുതേണ്ടത്, ബ്യൂട്ട്. ഇനിയും ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്തപ്പോൾ രണ്ടാമതാണ് ഡബിൾ ബോണ്ട് വന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഡബിൾ ബോണ്ട് അല്ല, ത്രിബിൾ ബോണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്തപ്പോഴും 1, 2 രണ്ടാമതാണ് ത്രിബിൾ ബോണ്ട് വന്നത്. അപ്പൊ നമുക്ക് പൊസിഷൻ നമ്പർ 2 എന്ന് എടുക്കാം. ത്രിബിൾ ബോണ്ട് വന്നത് കൊണ്ട് തന്നെ സഫിക്സ് എന്ന് പറയുന്നത് YNE ആയിരിക്കും, ബ്യൂട്ട് 2YNE. ഇനി താഴോട്ട് നോക്കുമ്പോൾ എന്താണ്, C4H6 വരുന്ന 2 കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അവർ രണ്ടും 2 ടൈപ്പാണ്, രണ്ടുപേരുടെയും 2 സ്വഭാവമാണ്. താഴെ ചോദിച്ചിരിക്കുന്ന ഹൗ ഡേ ദേ ഡിഫർ ഇൻ ദിയർ സ്ട്രക്ചർ, മോളിക്കുലാർ ഫോർമുല സെയിം ആയിരുന്നിട്ട് പോലും അവരെങ്ങനാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ആൻസർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറന്റ്. എന്താണ്? ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാത്രമാണ് മാറി വരുന്നത് കാർബൺ ചെയിനിലെ. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 17 കോമ്പൗണ്ടുകളാണ് ടീച്ചർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണുക. ഒന്നാമത്തേന്ന് പറയുന്നത് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം ആണ് നമ്മൾ എഴുതേണ്ടത്. ഡബിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ട് ആണ്. ആകെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. 3ന്റെ വേഡ് റൂട്ട് ആണ് മെത്ത്, എത്ത്, പ്രൊപ്പ്. ഇനി ഹൈഫൻ കൊടുക്കണം. പൊസിഷൻ നമ്പർ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇട്ടപ്പോഴ് രണ്ടാമത്തേതിലാണ് ഡബിൾ ബോണ്ട് വന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇട്ടപ്പോഴോ ഒന്നാമതാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പൊ ലോവസ്റ്റ് നമ്പർ ഒന്ന് എടുക്കാം. അപ്പൊ പ്രൊപ്പ് 1, രണ്ടാമത്തേത് ഹെക്സ് 2 ഹെക്സ് എന്നുള്ള വേഡ് റൂട്ട് സൂചിപ്പിക്കുന്നത് 6 കാർബൺ ആറ്റത്തിനെയാണ്. അത് ആദ്യം വരയ്ക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. ഇനി എവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനിയും ഹൈഡ്രജൻ ഉപയോഗിച്ച് വാലൻസി കംപ്ലീറ്റ് ചെയ്യണം. ഒന്നായതുകൊണ്ട് ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇനി ഒരു കാർബണും കൂടെ, ഇതിന് ഹൈഡ്രജനും കൂടെ ഈ കാർബണിന് പറ്റും. ഇനി ഈ കാർബൺ ആറ്റത്തിനാകെ 3 വാലൻസി ഉണ്ട്, ഇനിയും ഒരു ഹൈഡ്രജൻ കൂടെ വേണം. അടുത്തത് ഈ കാർബൺ ആറ്റത്തിന് 2, ഇനിയും 2 കൂടെ, ഇതിന് 2, ഇതിന് 2 കൂടെ. ഈ കാർബൺ ആറ്റത്തിന് ഇനി 3 ഹൈഡ്രജൻ പറ്റും. ഇതാണ് ഹെക്സ് 2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് CH3C ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ നമുക്ക് സഫിക്സ് ആയിട്ട് YNE ചേർക്കണം. ആകെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അപ്പം വേഡ് റൂട്ട് പെന്റ്. ഇനി ഹൈഫൻ കൊടുക്കണം. ട്രിപ്പിൾ ബോണ്ട് വന്ന പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്തപ്പം രണ്ടാമതാണ് വന്നത്. ഇനിയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്തപ്പോഴോ മൂന്നാമതാണ് ട്രിപ്പിൾ ബോണ്ട് വന്നത്. ഏതെടുക്കാം? 2 എടുക്കാം. പെന്റ് 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE. അടുത്തത് ഹെപ്റ്റ് 3 അയൺ വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. ഹെപ്റ്റ് 3 അയൺ. ഹെപ്റ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം 7 കാർബൺ ആറ്റത്തെ സൂചിപ്പിക്കും. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്. ഇനി YNE ട്രിപ്പിൾ ബോണ്ട് വരുന്നത് മൂന്നാമതാണ്. 1, 2 മൂന്നാമത് ട്രിപ്പിൾ ബോണ്ട് വരും. ഇനി ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി വാലൻസി ഫില്ല് ചെയ്യണം. കാർബണിന്റെ വാലൻസി 4 ഇപ്പൊ ഒരു വാലൻസി ആയുള്ളൂ. ഇനി ഹൈഡ്രജൻ വെച്ച് 3 ഫില്ല് ചെയ്യണം. ഇവിടെ 2 ഉണ്ട്, ഇനി 2 കൂടെ. ഇവിടെ 4 ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കാർബൺ ആറ്റത്തിന് 4 വാലൻസി ആയി. ഇവിടെ കാർബൺ ആറ്റത്തിന് 2 വാലൻസി ഉണ്ട്, ഇനി 2 ഹൈഡ്രജനും കൂടെ. ഈ കാർബണിന് 2 വാലൻസി ആയി, ഇനി 2 ഹൈഡ്രജൻ. ഈ കാർബണിന് 1 വാലൻസി ഉള്ളു, ഇനി ഹൈഡ്രജൻ 3 വേണം കംപ്ലീറ്റ് ആവാൻ. ഇതാണ് ഹെപ്റ്റ് 3 അയൺ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്തത് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. നോട്ട് ബുക്കിലെ ഈ 4 കോമ്പൗണ്ടും വൃത്തിയായി എഴുതിയതിനു ശേഷം പുസ്തകത്തിലെ ടേബിൾ ഫില്ല് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ചത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന
കോമ്പൗണ്ടുകൾക്ക് നെയിമിംഗ് ചെയ്യാനാണ്. ടീച്ചർ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ടീച്ചറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യണം. താങ്ക്